ഹോപ്സിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് മാത്തമാറ്റിക്സ് മെൻ്റൽ എബിലിറ്റിയിലെ കുറച്ച് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാം. ചോദ്യം നമ്പർ 1. 5,48,497 എന്ന സംഖ്യയിൽ 8ൻ്റെ സ്ഥാനവിലയെ മുഖവില കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം എത്ര? 5,48,497 എന്ന സംഖ്യയിൽ 8ൻ്റെ സ്ഥാനവില എന്താണെന്ന് ചോദിച്ചാൽ 8 × 1000 ആൻസർ 8000 ആയിരിക്കും. ഇനി 8ൻ്റെ മുഖവില എന്താണെന്ന് ചോദിച്ചാൽ ആ കാണുന്ന വാല്യൂ എന്ന് പറയുമ്പോൾ 8 ആയിരിക്കും. അപ്പോൾ സ്ഥാനവിലയെ മുഖവില കൊണ്ട് ഹരിക്കുമ്പോൾ 8000/8 എന്ന് വരും. ആൻസർ 1000 ആയിരിക്കും. രണ്ടാമത്തെ ചോദ്യം, 159/√x = 15.9 ആയാൽ എക്സിൻ്റെ വില എത്ര? 159/√x വില 15.9. അങ്ങനെയാണെങ്കിൽ ഈ √x കൊണ്ട് 15.9 ഗുണിച്ചാൽ 15.9 √x എന്ന് പറയുന്നത് 159 എന്ന് വരും. അപ്പോൾ √x വാല്യൂ എന്ന് പറഞ്ഞാൽ 159/15.9 എന്ന് വരും. ഇവിടെ ദശാംശ സ്ഥാനം കഴിഞ്ഞ് ഒരു നമ്പറാണുള്ളത്, അല്ലെങ്കിൽ ഇവിടെ ഒരു ദശാംശ സ്ഥാനമാണുള്ളത്, ഇവിടെ ദശാംശ സ്ഥാനമില്ല. അപ്പോൾ ഈ ദശാംശ സ്ഥാനം മാറ്റാൻ വേണ്ടി ഛേദത്തിലും അംശത്തിലും ഒരേപോലെ 10 വെച്ച് ഗുണിക്കുമ്പോൾ 1590/159 എന്ന് വരും. ഇതിൻ്റെ വാല്യൂ 10 എന്ന് വരും. അതായത് √x വാല്യൂ ആണ് 10 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ √x x ആക്കണമെങ്കിൽ സ്ക്വയർ ചെയ്യണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ 10ൻ്റെ സ്ക്വയർ, ആൻസർ 100 ആയിരിക്കും. ചോദ്യം 3. ഒരു പരീക്ഷയിൽ 40% കുട്ടികൾ കണക്കിനും 30% കുട്ടികൾ ഇംഗ്ലീഷിനും തോറ്റു. കണക്കിനും ഇംഗ്ലീഷിനും തോറ്റവർ 20% ആയാൽ 2 വിഷയങ്ങൾക്കും ജയിച്ചവർ എത്ര ശതമാനം? അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിന് ആൻസർ വെൻ ഡയഗ്രത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് മാത്തമാറ്റിക്സ് ആണ്, ഇത് ഇംഗ്ലീഷാണ്. ഈ നടുക്കുള്ള പോർഷൻ മാത്തമാറ്റിക്സിലും ഇംഗ്ലീഷിനും ഒരുപോലെ തോറ്റവരാണ്. ഈ ചോദ്യത്തിൽ കണക്കിനും ഇംഗ്ലീഷിനും ഒരുപോലെ തോറ്റവരുടെ ശതമാനം 20 പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മാത്തമാറ്റിക്സിൻ്റെ ഈ പോർഷനിൽ വരുമ്പോൾ എത്ര വരുമെന്ന് ചോദിച്ചാൽ ഇത് 40 - 20 എന്ന് പറയുമ്പോൾ വാല്യൂ 20 ആയിരിക്കും. ഇംഗ്ലീഷിനാണെങ്കിൽ 30 - 20 എന്ന് പറയുമ്പോൾ 10 ആയിരിക്കും. ഇനി നമ്മുടെ ഇത് ചോദിച്ചിരിക്കുന്ന ചോദ്യം 2 വിഷയങ്ങൾക്കും ഒരുപോലെ ജയിച്ചവർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ചോദിച്ചു കഴിഞ്ഞാൽ 100ൽ നിന്നും 100ൽ നിന്നും ഈ 3 വാല്യൂസും കൂടി കൂട്ടിയത് കുറച്ചാൽ മതി. അപ്പോൾ 20 + 20 + 10 കൂട്ടിയത് കുറച്ചാൽ മതി. 100 - 50 എന്ന് വരും. ആൻസർ 50%. ചോദ്യം നമ്പർ 4. ഒരാളുടെ കൈവശം 50 പൈസയുടെയും 1 രൂപയുടെയും 2 രൂപയുടെയും നാണയങ്ങളുണ്ട്. അവ യഥാക്രമം 2:3:5 എന്ന അനുപാതത്തിലാണ്. അയാളുടെ കൈവശം 98 രൂപ ഉണ്ടെങ്കിൽ 2 രൂപയുടെ എത്ര നാണയങ്ങളുണ്ട്? ഈ ചോദ്യത്തിൽ 50 പൈസ നാണയങ്ങളുടെ എണ്ണം 2 എണ്ണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 50 പൈസ നാണയം ചേരുമ്പോൾ അത് 1 രൂപയാകും. അതേപോലെ 3 1 രൂപ നാണയം ചേരുമ്പോൾ അത് 3 രൂപയാകും. 5 2 രൂപ നാണയം ചേരുമ്പോൾ അത് 10 രൂപയും ആകും. അപ്പോൾ ബാഗിൽ 50 പൈസ 1 രൂപ 2 രൂപ നാണയങ്ങളുണ്ട്. അവയുടെ എണ്ണത്തിൻ്റെ അംശബന്ധം 2:3:5. അങ്ങനെയാണെങ്കിൽ ആ ബാഗിലെ രൂപകൾ എന്ന് പറയുന്നത് 1, 3, 10 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ ഇത് ചോദിച്ചിരിക്കുന്നത് 98 രൂപ ബാഗിലുണ്ടെങ്കിൽ അവിടെ 2 രൂപ നാണയത്തിൻ്റെ എണ്ണം എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബാഗിൽ ആകെ 98 രൂപ ഇരിപ്പുണ്ട്. ഈ അംശബന്ധ പ്രകാരമാണെങ്കിൽ ബാഗിൽ 10, 3, 13, 1, 14 രൂപ ഇരിപ്പുണ്ട്. അതിൽ ഈ 14 രൂപ എടുത്താൽ അതിൽ 2 രൂപ നാണയത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 14 രൂപയിൽ 5 2 രൂപ നാണയമുണ്ട്. അങ്ങനെയാണെങ്കിൽ 98 രൂപയിൽ എത്ര ഉണ്ടെന്ന് നോക്കിയാൽ മതി. 14നെ 7 വെച്ച് ഗുണിക്കുമ്പോഴാണ് 98 കിട്ടുന്നത്. ആൻസർ 7 × 5 35 എന്ന് വരും. ഒരു തീവണ്ടിയുടെ വേഗത മണിക്കൂറിൽ ശരാശരി 120 കിലോമീറ്റർ ആണ്. അതിൻ്റെ വേഗത മണിക്കൂറിൽ 160 കിലോമീറ്റർ ആയിരുന്നു എങ്കിൽ യാത്ര 1.5 മണിക്കൂർ നേരത്തെ പൂർത്തിയാക്കാമായിരുന്നു. എന്നാൽ തീവണ്ടി സഞ്ചരിച്ച ദൂരം എത്ര? അപ്പോൾ ഇതേ മോഡലിൽ ഒരു ചോദ്യം ചോദിച്ചാൽ ആ ദൂരം കണ്ടെത്താൻ വേഗതയുടെ ഗുണനഫലം വേഗതയുടെ വ്യത്യാസം × സമയം എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ഇവിടുത്തെ വേഗതകൾ 120 × 160 വേഗതയുടെ വ്യത്യാസം, ഈ 2 വേഗതയുടെയും വ്യത്യാസം 40 × സമയം 1.5 മണിക്കൂർ എന്ന് വരും. അപ്പം നോക്കിക്കേ, 120 × 160 / 40 ×
1 നമ്മൾക്ക് 2 × 1 2 + 1 ആൻസർ 3/2 എന്ന് എഴുതാം. അപ്പോൾ 160നെ 40 കൊണ്ട് ഹരിച്ചാൽ 4 വരും. 4ന് 2 കൊണ്ട് 4നെ ഹരിച്ചാൽ 2 വരും. അപ്പം 120 × 2 240, 240 × 3 ആൻസർ 720 കിലോമീറ്റർ എന്ന് വരും. ആറാമത്തെ ചോദ്യം, എക്സ് ജോലിക്കാർ ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എങ്കിൽ 2x ജോലിക്കാർ അതിൻ്റെ പകുതി ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണം? എക്സ് ജോലിക്കാർ ഈ ജോലി പൂർത്തിയാക്കാൻ 12 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ 2x ജോലിക്കാർ ഈ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കുമെന്ന് ചോദിച്ചാൽ ഈ ആൾക്കാരുടെ എണ്ണം കൂടുന്തോറും ചെയ്യാനെടുക്കുന്ന ദിവസം കുറയും. എന്ന് വെച്ചാൽ ഇവ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, വിപരീത അനുപാതത്തിലായിരിക്കും. എന്ന് പറയുമ്പോൾ 12/2 ആൻസർ 6 ദിവസം എടുക്കും. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം 2x ജോലിക്കാർ ഈ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കുമെന്നല്ല ചോദിച്ചിരിക്കുന്നത്. 2x ജോലിക്കാർ ഈ ജോലിയുടെ പകുതി ചെയ്യാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2x ജോലിക്കാർ ഈ മൊത്തം ജോലിയും ചെയ്തു തീർക്കാൻ 6 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പകുതി ചെയ്തു തീർക്കാൻ എത്ര ദിവസം എടുക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് പറയാം 3 ദിവസം എടുക്കുമെന്ന് പറയാം. 3 ദിവസം. നമ്പർ 7, 4 സംഖ്യകളിൽ ആദ്യ 3 എണ്ണത്തിൻ്റെ ശരാശരി 8 ആണ്. അവസാന 3 സംഖ്യകളുടെ ശരാശരി 6 ആണ്. അവയിൽ അവസാന സംഖ്യ 2 ആയാൽ ആദ്യ സംഖ്യ ഏത്? ഈ ചോദ്യത്തിന് ആൻസറിലേക്ക് എത്താൻ നമ്മൾ ഉപയോഗിക്കുന്നൊരു ഐഡിയ തുക = ശരാശരി × എണ്ണം. നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 4 സംഖ്യകളിൽ ആദ്യ 3 സംഖ്യകളുടെ ശരാശരി 8 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് പറയാം ഫസ്റ്റ് 3 സംഖ്യകളുടെ തുക എത്രയാണെന്ന് ചോദിച്ചാൽ 3 × 8 വാല്യൂ 24 എന്ന് പറയാം. ഓക്കെ, നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ 3 സംഖ്യകളുടെ തുക 24 കിട്ടി. നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അവസാന സംഖ്യ എന്ന് പറയുന്നത് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യ 4 സംഖ്യകളുടെ തുക എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് 24ൻ്റെ കൂടെ 2 കൂട്ടിയാൽ മതി 26 കിട്ടും. കിട്ടിയേ? ഇനി നമ്മളുടെ ചോദ്യത്തിൽ വീണ്ടും പറഞ്ഞിട്ടുണ്ട് അവസാനത്തെ 3 സംഖ്യകളുടെ ലാസ്റ്റ് 3 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ലാസ്റ്റ് 3 സംഖ്യകളുടെ തുക എത്രയാണെന്ന് ചോദിച്ചാൽ 3 × 6 എന്ന് പറയുമ്പോൾ 18 പറയാം. ഇനി നോക്കിക്കേ, ഈ 4 നമ്പറും കൂടെ ചേരുമ്പോൾ 26 വരും. അതിൽ അവസാന 3 സംഖ്യ ചേരുമ്പോൾ 18 വരും. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ആദ്യ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ചോദിച്ചാൽ ഈ 26ൽ നിന്ന് 18 കുറച്ചാൽ മതി. ആൻസർ എന്ന് പറയുമ്പോൾ 8 വരും. നമ്പർ 8, BDAC എന്നതിനെ FHEG എന്ന് എഴുതാം എങ്കിൽ NBMOA എങ്ങനെ എഴുതാം? ചോദ്യത്തിൽ BDAC എന്ന് പറയുന്നതിനെ FHEG എന്ന് എഴുതാം. അപ്പോൾ നോക്കി, B കഴിഞ്ഞ് എത്രാമത്തെ അക്ഷരമാണ് F എന്ന് നോക്കണം. നോക്കുമ്പോൾ 4. B കഴിഞ്ഞ് 4ാമത്തെ അക്ഷരമാണ് F. ഇനി D കഴിഞ്ഞ് എത്രാമത്തെ അക്ഷരമാണ് H എന്ന് നോക്കണം. അതും 4ാമത്തെ അക്ഷരമാണ്. ഇനി A കഴിഞ്ഞ് എത്രാമത്തെ അക്ഷരമാണ് E എന്ന് നോക്കണം. അതും 4ാമത്തെ അക്ഷരമാണ്. ഇനി C കഴിഞ്ഞ് എത്രാമത്തെ അക്ഷരമാണ് G എന്ന് നോക്കണം. അതും 4ാമത്തെ അക്ഷരമാണ്. അപ്പം നമുക്ക് അതിൻ്റെ ലോജിക്ക് കിട്ടി. അപ്പോൾ നോക്കി, N കഴിഞ്ഞ് 4ാമത്തെ അക്ഷരം 1 2 3 4 6 എന്ന് വരും. P കഴിഞ്ഞ് 4ാമത്തെ അക്ഷരം 1 2 3 4 എന്ന് പറയുമ്പോൾ T വരും. M കഴിഞ്ഞ് 4ാമത്തെ അക്ഷരം 1 2 3 4 Q വരും. O കഴിഞ്ഞ് 4ാമത്തെ അക്ഷരം 1 2 3 4 S വരും. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണെന്ന് ചോദിച്ചാൽ RTQS എന്ന് വരും. 9ാമത്തെ ചോദ്യം, ഒരു മൃഗശാലയിൽ കുറച്ച് മയിലുകളും മാനുകളുമുണ്ട്. അവയുടെ തലയുടെ എണ്ണം 80, അവയുടെ കാലുകളുടെ എണ്ണം 200 ആയാൽ മൃഗശാലയിലെ മയിലുകളുടെ എണ്ണം എത്ര? ഈ ചോദ്യത്തിൽ തലയുടെ എണ്ണം 80ഉം കാലിൻ്റെ എണ്ണം 200ഉമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ തലയുടെ എണ്ണം 80 ആയാൽ അവിടെയുള്ള ആകെ ജീവികളുടെ എണ്ണവും 80 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 കാലുള്ള ജീവിയായ മാൻ, അതായത് 4 കാലുള്ള ജീവിയുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചാൽ അതിൻ്റെ ഐഡിയ കാല് /2 മൈനസ് തല എന്ന് പഠിച്ചാൽ മതി. ലെഗ് /2 മൈനസ് തല എന്ന് പഠിച്ചാൽ മതി. ഇത് ചെയ്യുമ്പോൾ 4 കാലുള്ള ജീവിയുടെ എണ്ണമായിരിക്കും നമ്മൾക്ക് കിട്ടുക. അങ്ങനെയാണെങ്കിൽ 200/2 മൈനസ് 80 എന്ന് വരും. 100 മൈനസ് 80 എന്ന് വരും. 20 എന്ന് വരും. അപ്പോൾ അവിടെ 4 കാലുള്ള ജീവികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് 20 എന്ന് പറയാം.
ഇനി അവിടെ ആകെ തല 80 ഉള്ളത് കൊണ്ട് നമുക്ക് പറയാം 80 ജീവികളെ ഉള്ളൂ. ആ 80 ജീവികളിൽ 20 ജീവികൾ 4 കാലുള്ളവയാണ്. അപ്പോൾ 2 കാലുള്ള മയിലിൻ്റെ എണ്ണം ചോദിച്ചാൽ 80 ന്ന് 20 കുറച്ചാൽ മതി. ആൻസർ 60 ആയിരിക്കും. 10ാമത്തെ ചോദ്യം, സെപ്റ്റംബർ 14 ഞായർ ആയാൽ ആ വർഷത്തിൽ ഡിസംബർ 8 ഏതാഴ്ചയായിരിക്കും? നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ 14 ഞായർ ആണെങ്കിൽ ഡിസംബർ 8 ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ സെപ്റ്റംബർ മാസം മൊത്തം 30 ദിവസമാണുള്ളത്. സെപ്റ്റംബർ 14 ശേഷം ഇനി സെപ്റ്റംബർ മാസത്തിൽ എത്ര ദിവസമുണ്ടെന്ന് ചോദിച്ചാൽ 16 ദിവസം ഉണ്ടായിരിക്കും. ഒക്ടോബർ മാസമാണെങ്കിൽ 31 ഉണ്ടായിരിക്കും, നവംബർ 30 ഉണ്ടായിരിക്കും, ഡിസംബർ മാസത്തിൽ 8 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 8 ദിവസം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സെപ്റ്റംബർ 14 ശേഷം ഡിസംബർ 8 വരെയുള്ള എല്ലാ ദിവസങ്ങളും എഴുതി കൂട്ടുക. അപ്പോൾ 6 1 7, 8 7 15, ബാലൻസ് 1 വരും. 3 3 6, 6 1 7, 7 1 8. അപ്പോൾ നോക്കി, സെപ്റ്റംബർ 14 ശേഷം ഡിസംബർ 8 വരെയുള്ള എല്ലാ ദിവസങ്ങളും എഴുതി കൂട്ടിയപ്പോൾ 85 എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ 85നെ 7 കൊണ്ട് ഹരിക്കുക. 1 7 7, ബാലൻസ് എന്ന് പറയുമ്പോൾ 15, 2 7 14, ബാലൻസ് എന്ന് പറയുമ്പോൾ 1 ശിഷ്ടം വരും. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണെന്ന് ചോദിച്ചാൽ ആ ഞായറിൻ്റെ കൂടെ 1 കൂട്ടിയാൽ മതി. ഉത്തരം തിങ്കൾ എന്ന് വരും. നമ്മുടെ ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ തിങ്കൾ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.